Hi, hello everyone. Today we are gonna discuss about Purple Hibiscus, written by Adichie. പക്ഷേ ഫുൾ നെയിം എന്ന് പറയുന്നത് അഡിച്ചി എന്ന് നമ്മൾ പറയും, ഷോർട്ടായിട്ട് പറയും. ഫുൾ നെയിം എന്ന് പറയുന്നത് ചിമാമാൻഡ നിഗോസി അഡിച്ചി എന്നാണ് ഫുൾ നെയിം. ചിമാമാൻഡ നിഗോസി ഓർ നിഗോഷി അഡിച്ചി. ഓക്കെ, ദിസ് ഈസ് ദ ഫുൾ നെയിം ഓഫ് the author of Purple Hibiscus. So as usual, we have to discuss something about the author. And Adichie was born as the fifth of six children and raised in Nsukka, Nigeria. Okay, she was a Nigerian writer, and she was the fifth of six children. ആറ് കുട്ടികളിൽ അഞ്ചാമത്തെ ആളായിരുന്നു നമ്മുടെ അഡിച്ചി എന്ന് പറയുന്നത്. Then her father was a professor at the University of Nigeria, and her mother was the university's first female registrar. Okay, so Adichie studied medicine at the university, and then she moved to United States at the age of 19. Then she received a master's degree from Johns Hopkins and Yale, and rapidly gained critical praise and numerous prizes for her writings. So she was awarded the MacArthur Fellowship Genius Grant in 2008, and she has published poems, short stories, a play, and 3 novels: Purple Hibiscus, The Half of a Yellow Sun, and Americana. So these are the 3 novels written by Adichie. And Purple Hibiscus published in 2003, Half of a Yellow Sun published in 2007, and Americana published in 2013. So these novels awarded the Orange Prize among other honors. Orange Award കിട്ടിയിട്ടുണ്ടായിരുന്നു, Orange Prize കിട്ടിയിട്ടുണ്ടായിരുന്നു. Then Adichie is currently married and divides her time between Nigeria and the United States. സോ ആളെന്ത് ചെയ്യാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. ഫാദർ എഡ്യൂക്കേറ്റഡ് ആണ്, മദറും അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. സോ നല്ല സ്കോളറാണ്. ചെറിയ പ്രായത്തിൽ തന്നെ പോയിട്രീസും അതുപോലെ എസ്സേസും നോവൽസും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും നൈജീരിയയിലും ആയിട്ട് 2 സ്ഥലങ്ങളിലായിട്ട് ആളുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ വി ഹാവ് ടു ഡിസ്കസ് ദി ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് novel. Okay, so let's see what is the historical context of Purple Hibiscus. So Nigeria first gained independence from British colonialism in 1960, but then faced a brutal civil war 7 years later, described in Adichie's novel Half of a Yellow Sun. സോ 1960 ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ നിന്ന് നൈജീരിയ ഇൻഡിപെൻഡൻ്റ് ആയത്. ഓക്കെ, അത് ഹാഫ് ഓഫ് എ യെല്ലോ സൺ എന്ന് പറയുന്ന നോവലിൽ ഈ ഒരു ഇൻസിഡൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ ഗെയിൻ ദിസ് ഇൻഡിപെൻഡൻസ്, നൈജീരിയ ഫേസ്ഡ് എ ബ്രൂട്ടൽ സിവിൽ വാർ. ഓക്കെ, ഒരു ബ്രൂട്ടലായിട്ടൊരു സിവിൽ വാർ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 7 വർഷത്തിന് ശേഷമാണ് ഒരു സിവിൽ വാർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ പേർപ്പിൾ ഹിബിസ്കസ് ടേക്സ് പ്ലേസ് ദ ഇയേഴ്സ് ആഫ്റ്റർ ദാറ്റ്, പ്രോബബ്ലി ഇൻ ദി 1980s. And the military leader in the novel is based on Ibrahim Babangida, who took power through a military coup in 1985. His regime was one of the most corrupt in Nigerian history and included many human rights abuses present in the novel. So ഈ ഒരു നോവലിൽ ഒരു 1980 കാലഘട്ടത്തിൽ 1980 കാലഘട്ടങ്ങളിലുള്ള ഒരു സിറ്റുവേഷൻ, അവസ്ഥകളാണ് ഈ ഒരു നോവലിൽ ചിമാമാൻഡ പറയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മിലിറ്ററി ലീഡർ ഉണ്ട്. ആളുടെ പേരാണ് ഇബ്രാഹിം ബാബാങ്കിഡ എന്ന് പറയുന്നത്. സോ ഈ ഒരു മിലിറ്ററി ലീഡർ കൊണ്ടുവന്നിട്ടുള്ള കുറേ
പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ആളുടെ പവർ വെച്ചിട്ട് നൈജീരിയനെ ഒരുപാട് ആൾ കറപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിനെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ ആളെന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസ് ആണ് ഈ ഒരു നോവലിൽ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് സം ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പേർപ്പിൾ ഹിബിസ്കസ്. സോ നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. സമ്മറി നോക്കുന്നതിന് മുന്നേ നമുക്ക് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഓക്കെ, ക്യാരക്ടേഴ്സ് പറയുമ്പോഴൊക്കെ നോട്ടിൽ എഴുതി വെക്കണം, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല കേട്ടോ. സോ ക്യാരക്ടേഴ്സിൻ്റെ പേര് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഒന്ന് കാംബലി അച്ചീക്കെ. സോ കാംബലി അച്ചീക്കെ ഈസ് ദി നോവൽസ് നെറേറ്റർ, എ 15-year-old ഗേൾ. ഓക്കെ, 15 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ആളാണ് ഈ സ്റ്റോറി നെറേറ്റ് ചെയ്യുന്നത്. ദെൻ ജാജയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് ചുക്വുക്ക അച്ചീക്കെ. ഓക്കെ, അപ്പോൾ നൈജീരിയൻ നെയിംസ് ആണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ച് വെറൈറ്റി പേരുകളായിരിക്കും ഉണ്ടാവുക. നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നും. സോ ജാജ എന്നാണ് അവരെ വിളിക്കുന്നത്. ഓക്കെ, നോവലിൽ അങ്ങനെയാണ് പറയുന്നത്. ആക്ച്വൽ നെയിം എന്ന് പറയുന്നത് ചുക്വുക്ക അച്ചീക്കെ. അത് നമ്മുടെ കാംബലിയുടെ ബ്രദറാണ് കേട്ടോ. ഈ സ്റ്റോറിയുടെ നെറേറ്ററിൻ്റെ ബ്രദറാണ് ജാജ എന്ന് പറയുന്നത്. ദെൻ പാപ്പയുടെ ശരിക്കുള്ള പേര് യുജീൻ എങ്ങനെ വേണമെങ്കിലും വായിക്കാം, യുഗീൻ അച്ചീക്കെ എന്നാണ്. ദെൻ കാംബലീസ് ഫാദർ, അച്ഛനാണത്, കാംബലിയുടെ ഫാദറാണ്. ദെൻ മമ്മ ഉണ്ട്, മമ്മയുടെ പേര് ബിയാട്രിസ് അച്ചീക്കെ. ഓക്കെ, കാംബലീസ് മദറാണ്, ഭയങ്കര സബ്മിസീവ് ആയിട്ടുള്ള ക്വയറ്റ് ആയിട്ടുള്ള ഒരു പാവം, ചിൽഡ്രനൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന സാധാ ഒരു ലേഡിയാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ പാപ്പയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര വെൽത്തിയാണ്, കുറേ ഫാക്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര കത്തോലിക്കാണ്. ഓക്കെ, ആൾ ഭയങ്കര ടെററാണ് ചില സമയത്തൊക്കെ. ദെൻ ആൻറ്റി ഇഫിയോമ ഉണ്ട്, പാപ്പയുടെ സിസ്റ്ററാണ് ആൻറ്റി ഇഫിയോമ എന്ന് പറയുന്നത്. ദെൻ ഷീസ് എ പ്രൊഫസർ അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് നൈജീരിയൻ നുസൂക എന്ന് പറയുന്ന സ്ഥലത്തെ നൈജീരിയയിലുള്ളൊരു പ്ലേസാണ് നുസൂക്കയിലുള്ള പിന്നെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. പിന്നെ പാപ്പ നുക്വു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, പാപ്പ നുക്വു, ദ ക്യാരക്ടർ ഓഫ് ദ ഫാദർ ഓഫ് പാപ്പ ആൻഡ് ആൻറ്റി ഇഫിയോമയുടെയും പിന്നെ പാപ്പയുടെയും ഫാദറാണ്. ഓക്കെ, അതായത് നമ്മുടെ കാംബലിയുടെ ഗ്രാൻഡ് ഫാദറായിട്ട് വരും. ദെൻ ഫാദർ അമാഡി, എ യങ് ഹാൻസം നൈജീരിയൻ പ്രീസ്റ്റ്. ഫാദർ അമാഡി എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റാണ്. സോ ഇവരാണ് മേജറായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ്. പിന്നെ കുറേ മൈനർ ക്യാരക്ടേഴ്സ് ഉണ്ട്, അമാക്ക, ഒബിയോറ, ചിമ, പിന്നെ ആഡ് കോക്കർ, പിന്നെ ഫാദർ ബെനഡിക്റ്റ്, അങ്ങനെ പറയുന്ന വേറെ കുറേ മൈനർ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഞാൻ ഇത്രയും പറഞ്ഞതാണ് മേജറായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. ഓക്കെ, ഞാൻ ലിറ്റ്ചാർട്ട് എന്ന് പറയുന്ന സൈറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാംബലി അച്ചീക്കെ, ദ നെറേറ്റർ ഈസ് എ 15-year-old girl living in Enugu, Nigeria, with her father Eugene, mother Beatrice, and older brother ചുക്കൂക്കു. ഓക്കെ, അപ്പം കാംബലി ഇത്രയും ക്യാരക്ടേഴ്സിന് അച്ഛനെയും അമ്മേനെയും ബ്രദറിനൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അച്ഛനെ വിളിക്കുന്നത് പാപ്പ എന്നും അമ്മേനെ വിളിക്കുന്നത് മാമ എന്നും അതുപോലെ ബ്രദറിനെ വിളിക്കുന്നത് ജാജ എന്നുമാണ്. ഓക്കെ, ഇവർക്കൊക്കെ റിയൽ നെയിം വേറെ ഉണ്ട്. സോ ജാജയുടെ ശരിക്കുള്ള പേരെന്തേന്നു, ചുക്കൂക്കു. പാപ്പ യുജീൻ അച്ചിക്കെ, പിന്നെ മദറിൻ്റെ പേര് ബിയാട്രിസ്. ഓക്കെ, പക്ഷേ നോവലിൽ നമ്മൾ മാമ, പാപ്പ, ജാജ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദ നോവൽ ബിഗിൻസ് ഓൺ പാം സൺഡേ. ജാജ refuses to receive communion at church and Papa throws his missile, breaking Mama's beloved figurines. Then Campbell then explains the events leading up to this scene. ഇതാണ് ഈ നോവലിൽ സംഭവിക്കുന്ന ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത്. എന്താ സംഭവിക്കുന്നത്, ഫുൾ പിന്നെ വയലൻ്റ് ആയിട്ടുള്ളൊരു സീനാണത്. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു നോവൽ ബിഗിൻ ചെയ്യുന്നത് ഒരു പാം സൺഡേ ആണ്. നമ്മൾ ഓശാന ഞായറാഴ്ച എന്നോ അങ്ങനെ പറയുന്നൊരു സൺഡേ ഉണ്ടല്ലോ, ഈ കുരുത്തോലൊക്കെ വെച്ച് പോകുന്ന, ലൈക്ക് ദാറ്റ്, അവിടെയുള്ള ഒരു പാം സൺഡേ ദിനത്തിലാണ് ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ജാജ റെഫ്യൂസസ് ടു റിസീവ് കമ്മ്യൂണിയൻ അറ്റ് ചേർച്ച്. ചേർച്ചിലുണ്ടാവുന്ന ഈ സംവാദം അല്ലെങ്കിൽ പ്രസംഗമൊക്കെ ഉണ്ടാവുമല്ലോ, സോ അതിനെന്ത് ചെയ്യുന്നു ആള്
എതിർക്കുന്നുണ്ട്. ഹി റെഫ്യൂസസ് ടു റിസീവ് കമ്മ്യൂണിയൻ അറ്റ് ചേർച്ച്. ജാജയാണ് കേട്ടോ അത് റെഫ്യൂസ് ചെയ്യുന്നത്. ആൻഡ് പപ്പ ത്രോസ് ഹിസ് മൈസൽ എന്ന് പറയുന്നത് ഈ ഒരു വേദപുസ്തകത്തിനാണ് നമ്മൾ മിസലാണ് വേദപുസ്തകത്തിൽ പറയുന്ന പേരാണ് മിസൽ എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ പാപ്പ എന്ത് ചെയ്യുന്നു, മാമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിഗർനെസ് എന്ന് പറയുന്നൊരു കുഞ്ഞു പ്രതിമയുണ്ട്. ആ ഒരു ഡാൻസേഴ്സിൻ്റെ പ്രതിമയാണ്. അതെടുത്തിട്ട് വലിച്ചെറിയുന്നുണ്ട്, പൊട്ടിക്കുന്നുണ്ട്, ആൻഡ് മമ്മേനെ അടിക്കുന്നുണ്ട്. സോ ഇവിടെയാണ് ഈ ഒരു പിന്നെ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. പിന്നീട് ആ ഒരു സീനിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസിനെ പിന്നീട് നമ്മളെ ക്യാമ്പിലി അച്ചീക്ക എന്ന് പറയുന്ന നെറേറ്റർ പിന്നെ നെറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാപ്പ, എ വെൽത്തി ഫാക്ടറി ഓണർ, ഈസ് ആൻ ആക്റ്റീവ് ഫിലാന്ത്രോപ്പിസ്റ്റ് ഇൻ പബ്ലിക് ആൻഡ് എൻ upstanding Catholic, but at home is a strict and violent authoritarian. He publishes a newspaper, The Standard, which is the only paper willing to criticize the new Nigerian head of state. So here, first of all, Kambali Achike narrates about her father. So Papa is a wealthy factory owner and he is a devotee for Catholic Church. ഭയങ്കര കത്തോലിക് ആയിട്ടുള്ള ഒരു ആളാണ്. ആൻഡ് പബ്ലിക്കിൽ ആൾ ഭയങ്കര ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര മനുഷ്യസ്നേഹിയാണ്. അതായത് എല്ലാ ആളുകളോടും ഭയങ്കര ദയോടും കരുണയോടും ഒക്കെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. പുറത്തേക്ക് എത്തിയാൽ ആൾ അങ്ങനെയാണ്, ഭയങ്കര സൈലൻ്റാണ്, നല്ലൊരു മനുഷ്യത്വപരമായിട്ടുള്ള ബിഹേവിയറാണ്. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതേപോലെ തന്നെ അമ്മയോടും അതുപോലെ കുട്ടികളോടൊക്കെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളൊരു അതോറിറ്റേറിയൻ ബിഹേവിയറാണ് കാണിക്കുന്നത്. ഒരു സ്വേച്ഛാധിപതി എന്നുള്ള രീതിയിലാണ് അവിടെ പെരുമാറുന്നത്. സോ ഹി പബ്ലിഷസ് എ ന്യൂസ് പേപ്പർ, ദ സ്റ്റാൻഡേർഡ്. അപ്പോൾ ആൾ അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ന്യൂസ് പേപ്പറിൻ്റെ പേരാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഈസ് ദ ഓൺലി പേപ്പർ വില്ലിങ് ടു ക്രിട്ടിസൈസ് ദ ന്യൂ നൈജീരിയൻ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. അതായത് നൈജീരിയയിൽ പുതിയതായിട്ട് അധികാരം ഏറ്റെടുത്ത ഹെഡ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇബ്രാഹിം ബാബാൻഗിഡ എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞിരുന്നു. അത് ആക്ച്വലി നൈജീരിയയിൽ ഉണ്ടായിരുന്ന ഒരു റൂളറായിരുന്നു. ഓക്കെ, പക്ഷെ ആൾ ഭയങ്കര കറപ്റ്റഡ് ആയിരുന്നു. പക്ഷേ ആ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് മാത്രമാണ് നോവലിൽ പറയുന്നത്, പേര് ഡയറക്റ്റായിട്ട് നോവലിൽ പരാമർശിക്കുന്നില്ല. പക്ഷേ ഈ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൈജീരിയയിൽ ശരിക്കും ഉണ്ടായിരുന്ന കറപ്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു മിലിറ്ററി ലീഡറിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ നൈജീരിയയിൽ പിന്നെ ഇവരിറക്കിയിരുന്ന നമ്മുടെ പാപ്പ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ മാത്രമാണ്, അല്ലെങ്കിൽ അവരാണ് ഇയാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. ദെൻ മാമ ഗെറ്റ്സ് പ്രഗ്നൻറ്റ് ആഫ്റ്റർ മാസ് വൺ ഡേ. ദ ഫാമിലി വിസിറ്റ് ഫാദർ ബെനഡിക്റ്റ്, ദ വൈറ്റ് പ്രീസ്റ്റ്. Mama feels sick and doesn't want to leave the car. When they return home, Papa beats Mama until she has a miscarriage. Later, Kambali takes her exams and comes second in her class, disappointing Papa. So, Papa ഭയങ്കര സാധനമാണ് കേട്ടോ. പാപ്പ കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം മാമ പ്രഗ്നൻ്റ് ആയതുകൊണ്ട്, മൂന്നാമത്തെ പ്രഗ്നൻസി ആണത്. സോ ആളെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം ഫാദർ ബെനഡിക്റ്റിൻ്റെ വീട്ടിലേക്ക് ഇവർ പോകുന്നുണ്ട്. ഓക്കെ, അവരുടെ ഫാമിലി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഫാദർ ബെനഡിക്റ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന നൈജീരിയയിൽ ഉണ്ടായിരുന്ന വൈറ്റ് പ്രീസ്റ്റാണ്. ഓക്കെ, വൈറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണ് ആൾ. പക്ഷേ മമ്മയ്ക്ക് ഭയങ്കര പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മമ്മ വാസ് വെരി സിക്ക് ആൻഡ് ഷീ ഡസൻ വാണ്ട് ടു ലീവ് ദ കാർ. അപ്പോൾ കാറിൽ തന്നെ ഇരുന്നു, കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ കാറിൽ തന്നെ ഇരുന്നു. അതിന് പിന്നെ അത് പറഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മാമേനെ പാപ്പ അടിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഫാദർ ബെനഡിക്റ്റിൻ്റെ വീട്ടിൽ പോയപ്പം ആൾ പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ, അതുകൊണ്ട് അത് ദേഷ്യം വന്നിട്ട് പാപ്പനെ ഭയങ്കര വയലൻ്റായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് വയലൻറ്റ് അബ്യൂസ് മാമ ബിക്കെയിം മിസ്കാരിയേജ്. ഓക്കെ, അപ്പം വയറ്റിൽ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ഈ ഒരു അടിയും പിടിയിൽ കുട്ടി എന്തായി, നമ്മൾ അബോഷനായിപ്പോയി. കുട്ടി എന്താ പറയുക, വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മരിച്ചുപോയി. സോ ഈ സമയത്താണ് ക്യാമ്പലിക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ് ആയിരുന്നു ആൾക്ക് ക്യാമ്പലിക്ക് ഉണ്ടായിരുന്നത്. സോ സെക്കൻഡ് ക്ലാസ് ആയപ്പം പപ്പയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ക്ലാസ് ആവണം അല്ലെങ്കിൽ നമ്പർ 1 ആവണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ക്യാമ്പലി
പിന്നെ സെക്കൻഡ് ക്ലാസ് ആയപ്പം ദാറ്റ് ഡിസപ്പോയിൻറ്റഡ് ഹെർ പാപ്പ. ആൻഡ് അറ്റ് ദ ക്രിസ്മസ് the family goes to their home village of Abba. So while their Christmas vacation, they went to their home village, and there Papa's father Nukuo lives. സോ നമ്മൾ ക്യാരക്ടേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അടുത്ത ക്യാരക്ടറാണ് വരുന്നത് പാപ്പ നുക്കു എന്ന് പറയുന്നത്. നമ്മുടെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ക്യാമ്പലിയുടെ ഗ്രാൻഡ് ഫാദറാണ്, അല്ലെങ്കിൽ പാപ്പയുടെ ഫാദറാണ് നുക്കു എന്ന് പറയുന്നത്. ആൻഡ് പാപ്പ ഡസൻറ്റ് സ്പീക്ക് ടു ഹിം ബിക്കോസ് ഹിസ് ഫാദർ സ്റ്റിക്സ് ടു ഹിസ് ട്രഡീഷണൽ റിലീജിയൻ ആൻഡ് വോണ്ട് ബിക്കം കത്തോലിക്. സോ പാപ്പ നുക്കുവിന് എന്തില്ല, ഒരു കത്തോലിക് ആവാൻ താല്പര്യമില്ല. ആളെന്താണ്, ആളുടെ നൈജീരിയൻ ട്രഡീഷൻ ഫോളോ ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, പക്ഷെ നമ്മുടെ പാപ്പ, അയാളുടെ മകനായ നമ്മൾ പാപ്പ എന്ന് വിളിക്കുന്ന ആൾക്ക് എന്താണെന്ന് വെച്ചാൽ കത്തോലിക്കിനോട് അല്ലെങ്കിൽ വൈറ്റ്സിനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ അയാളുടെ അതേ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള നൈജീരിയൻ കമ്മ്യൂണിറ്റിയിലുള്ള ഗോത്രങ്ങളോടൊന്നും ഇയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മുടെ ക്യാമ്പലിയുടെ ഫാദറിന് ഇഷ്ടമല്ല. പക്ഷേ വൈറ്റ് ആയിട്ടുള്ള ആളുകളെ പോലെ ജീവിക്കാനും എപ്പോഴും ഒരു വൈറ്റ് കോളർ ജോബ്, സ്റ്റാൻഡേർഡ് ജോബ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡാണ് ആൾക്ക്. ഓക്കെ, സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളെ ഭയങ്കര വെറുപ്പും, പക്ഷെ വെളുത്ത ആളുകൾ, അമേരിക്കൻസിനെയും അതുപോലെ യൂറോപ്യൻസിനോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അതുപോലെ അവരുടെ കൾച്ചറിനോടാണ് ഇഷ്ടം, അവരുടെ മതത്തോടാണ് ഇഷ്ടം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഈ ഒരു പാപ്പയ്ക്ക്. ആൻഡ് അതുകൊണ്ട് തന്നെ നുക്കുവൊക്കെ ഒരിക്കലും കത്തോലിസം സ്വീകരിക്കാനും അതുപോലെ ട്രഡീഷണൽ ലൈഫിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനും ഇഷ്ടമല്ല. അതുകൊണ്ട് പാപ്പയ്ക്ക് എന്ത് ഇഷ്ടമല്ല, സ്വന്തം അച്ഛനെ ഇഷ്ടമല്ല. ഓക്കെ, നുക്കുവിനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്നല്ല, അവരെപ്പോഴും ഒരു ക്ലാഷിലാണ്, അവർ പരസ്പരം മിണ്ടാറൊന്നുമില്ല, സംസാരിക്കാറില്ല. സോ ആൻറ്റി ഇഫിയോമ, പാപ്പാസ് വിഡോവഡ് സിസ്റ്റർ ആൻഡ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ, അറൈവ്സ് ഇൻ അബ്ബ ആസ് വെൽ. അപ്പോൾ അബ്ബയിലേക്ക് ആര് വരുന്നുണ്ട്, നമ്മുടെ ആൻറ്റി ഇഫിയോമ വരുന്നുണ്ട്. പാപ്പയുടെ സിസ്റ്ററാണ്, വിഡോ ആണ് ആൻഡ് പ്രൊഫസറാണ്. വിഡോ ആയിരുന്നു, പക്ഷേ ആൾ നല്ലൊരു പിന്നെ എൻകറേജിങ് ആയിട്ടുള്ളൊരു വുമൻ ക്യാരക്ടറാണ് ഈ ഒരു നോവലിൽ. സോ അബ്ബ എന്ന് പറയുന്ന നാട്ടിലേക്ക് വരുന്നുണ്ട്. ദെൻ ഹീ സീംസ് ഫിയർലെസ് ആൻഡ് വില്ലിങ് ടു ക്രിട്ടിസൈസ് ബോത്ത് പപ്പ ആൻഡ് ദി ഗവൺമെൻറ്. അപ്പം ആൻറ്റി ഇഫിയോമയ്ക്ക് നമ്മുടെ പപ്പേനെ പേടിയില്ല. കാരണം വീട്ടിൽ അബ്യൂസീവ് ആണെങ്കിലും സിസ്റ്ററിന്, അതായത് സ്വന്തം സിസ്റ്ററിന് പപ്പേനെ ഒരിക്കലും പേടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ നന്നായിട്ട് പപ്പേനെയും അതുപോലെ ഗവൺമെൻറ്റിനെയും പിന്നെ ക്രിട്ടിസൈസ് ചെയ്യും. കാരണം അവിടെ അന്ന് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഭയങ്കര കറപ്റ്റഡ് ആണ്. അതേപോലെ ഈ പപ്പയുടെ ആറ്റിറ്റ്യൂഡിനെയും നന്നായിട്ട് ആൾ ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു. സോ ഹെർ ചിൽഡ്രൻ അമാക്ക ആൻഡ് ഒബിയോറ ആൻഡ് ചീമ ആർ പ്രിക്യോഷ്യസ് ആൻഡ് ഔട്ട്സ്പോക്കൺ. അതായത് പ്രായത്തെക്കാളും കൂടുതൽ ബുദ്ധിയും അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവമുള്ള മക്കളായിരുന്നു ഈ ആൻറ്റി ഇഫിയോമയ്ക്ക് ഉണ്ടായിരുന്നത്. ദെൻ ഇഫിയോമ ടേക്സ് ജാജ ആൻഡ് ക്യാമ്പലി ടു ആൻ ഇഗ്ബോ ഫെസ്റ്റിവൽ. ഓൺ ക്രിസ്മസ് പപ്പ ഫീഡ്സ് ദ ഹോൾ വില്ലേജ്. ദ നെക്സ്റ്റ് ഡേ പപ്പ ക്യാച്ചസ് ക്യാമ്പലി ബ്രേക്കിംഗ് ദി യൂച്ചറിസ്റ്റ് ഫാസ്റ്റ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. As she eats some food along with a painkiller she needs to take for menstrual cramps, and he beats her, Jaja and Mama. And Ifioma convinces Papa to let Jaja and Cambly visit her in Nuzuka. So ഇഫിയോമ എന്ത് ചെയ്യുന്നുണ്ട്, നാട്ടിലെത്തിയിട്ട് ഇഫിയോമയൊക്കെ വന്നതല്ലേ, അപ്പോൾ അവർ നമ്മുടെ ഇഗ്ബോ ഫെസ്റ്റിവലിൽ പോകുന്നുണ്ട്. ഇഗ്ബോ നൈജീരിയയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോത്രവർഗ്ഗമാണ് ഇഗ്ബോ എന്ന് പറയുന്നത്. തിങ്സ് ഫോൾ അപ്പോർട്ട് എന്ന് പറയുന്ന നോവലിലും ഇതേ ഒരു ഇഗ്ബോ കമ്മ്യൂണിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ചിനുവ അച്ബെയാണ് ആ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ചിനുവ അച്ബെ ഒരു ഇഗ്ബോ കമ്മ്യൂണിറ്റിയിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ ഇഗ്ബോ കൾച്ചറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ആളുടെ വർക്ക്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലായിരുന്നു ഇഗ്ബോ ഫെസ്റ്റിവൽ. സോ ഈ ഒരു ടൈമിൽ ക്രിസ്മസിൻ്റെ സമയത്ത് എന്തെയ്യുന്നു, വില്ലേജിലുള്ള എല്ലാ ആളുകൾക്കും പാപ്പ എന്തെയ്യുന്നു, ഫുഡൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സൊസൈറ്റിയുടെ മുന്നിൽ ആളെന്താണ്, ആളുകളുടെ മുന്നിൽ ആൾ ഭയങ്കര ഫിലാന്ത്രോപ്പിസ്റ്റാണ്. പക്ഷേ പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു, ക്യാമ്പിലി ഈ യൂച്ചാറിസ് ഫാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെഫ്യൂസ് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നില്ല. അതൊരു ആചാരമാണ്. അതായത് ഈ കത്തോലിക് പള്ളിയിലൊക്കെ മിഡ് നൈറ്റിൽ ക്രിസ്മസിൻ്റെ പിറ്റേന്നൊക്കെ ഈ മിഡ് നൈറ്റിൽ എന്ത് ചെയ്യും, അവർ വൈൻസും അതുപോലെ നല്ല ഹോളി ഫുഡൊക്കെ അങ്ങനെ വിതരണിച്ചു. അപ്പം അത് ആളെന്ത് ചെയ്ത് ക്യാമ്പിലി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ സിന്നാണ്, പാപമാണ്, അങ്ങനൊരു വിശ്വാസമൊക്കെ ഇവരുടെ ഇടയിലുണ്ട്.
അപ്പോൾ ഭയങ്കരമായിട്ട് കത്തോലിക്കിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് പാപ്പ. അപ്പം ഇതേ സമയത്ത് നമ്മുടെ ക്യാമ്പിലേക്ക് മെൻസുറേഷൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഈ പെയിൻ കില്ലറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ പക്ഷെ ആ സമയത്ത് ഈ ഒരു ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ക്യാമ്പിലിനെ അച്ഛൻ അടിക്കുന്നുണ്ട്, പാപ്പ അടിക്കുന്നു, ജാജേനെ അടിക്കുന്നു, അതേപോലെ മാമേനെയും നന്നായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു ദിവസം ആൻറ്റി ഇഫിയോമ ഇൻവൈറ്റ്സ് ക്യാമ്പിലി ജാജ ആൻഡ് ഹെർ മദർ ടു വിസിറ്റ് ഹെർ ഹോം. അപ്പോൾ നുസൂഗയിലുള്ള ഹോം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ക്യാമ്പിലി ആൻഡ് ജാജ അറൈവ് ആൻഡ് സർപ്രൈസ്ഡ് ബൈ ഇഫിയോമാസ് പോവേർട്ടി. അപ്പോൾ ആൻറ്റി ഇഫിയോമ എന്ന് പറയുന്നത് അത്ര വെൽത്തി ആയിട്ടുള്ള ആളല്ല, പോവേർട്ടിയാണ്. പക്ഷേ ഈവൻ ദേ ആർ ലേഡ് എ ലൈഫ് ഇൻ പോവേർട്ടി, ദേ ക്യാൻ stable their laughter in her house. Or Auntie Ifioma and her 3 children are living happily even they are in poverty. So അവർ പട്ടിണിയാണെങ്കിൽ അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യം ക്യാമ്പലിനെയും ജാജേനെയും ഒരുപാട് സർപ്രൈസ് ചെയ്തു. Then Auntie Ifioma and Jaja saw a fascinated പേർപ്പിൾ ഹിബിസ്കസ് ഇൻ ഇഫിയോമാസ് ഗാർഡൻ. അപ്പോൾ ഗാർഡനിലൊരു പേർപ്പിൾ ഹിബിസ്കസ് കാണുന്നുണ്ട്. അപ്പോൾ പേർപ്പിൾ ഹിബിസ്കസിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു കാര്യം സിംബലൈസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അത് കണ്ടിട്ട് ഇവർക്ക് ആകെ നല്ലൊരു അത്ഭുതം തോന്നുന്നുണ്ട്. ദെൻ ഫാദർ എമാഡി എ യങ് ഹാൻസം നൈജീരിയൻ പ്രീസ്റ്റ് കംസ് ടു ഡിന്നർ. അപ്പോൾ ആ വീട്ടിലേക്ക് ഒരു നൈജീരിയൻ പ്രീസ്റ്റ് ഉണ്ട്, ഫാദർ എമാഡി എന്നാണ് ആളുടെ പേര്. ആൾ ഡിന്നറിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫാദർ നമ്മുടെ നുക്കുവു മരിച്ചു കിടക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് മോർണിംഗ് ദ ഫാമിലി ഡിസ്കവർ ദാറ്റ് പാപ്പ നുക്കുവു ഹാസ് ഡൈഡ് ഇൻ സ്ലീപ്പ്. ഓക്കെ, സോ പാപ്പ ടേക്സ് ജാജ ആൻഡ് ക്യാമ്പിലി ബാക്ക് ടു ഇനൂഗു. അപ്പം മരിച്ചതിന് ശേഷം ജാജേനെയും ക്യാമ്പിലിനെയും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പാപ്പ കൊണ്ടുപോകുന്നുണ്ട്. ദെൻ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ നമ്മുടെ ജാജയും ക്യാമ്പിലിയും താമസിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പേരും പറഞ്ഞിട്ട് അത് മുന്നേ കൂട്ടി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാപ്പ വീണ്ടും അവരെ പനിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് വൺ ഡേ ക്യാമ്പിലി ആൻഡ് ജാജ ആർ ലുക്കിംഗ് അറ്റ് ദ പെയിൻറ്റിങ് ഓഫ് പാപ്പ ദാറ്റ് വാസ് ഗിവൻ ബൈ അമാക്ക. ഓക്കെ, അമാക്കയാണ് ആ പെയിൻറ്റിങ് നമ്മുടെ പാപ്പ നുക്കുവിടെ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. സോ അപ്പം ഒരു ദിവസം അവരത് നോക്കിയിരിക്കുമ്പോൾ പാപ്പ അത് കാണുന്നു. ഹി ബീറ്റ്സ് ക്യാമ്പിലി സിവിയർലി ആൻഡ് ഷീ വേക്സ് അപ്പ് ഇൻ ദി ഹോസ്പിറ്റൽ. ഓക്കെ, ഒരു ക്യാമ്പിലിന് ഒരുപാട് തല്ലുന്നു, പിന്നെ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ദെൻ പാപ്പ എഗ്രീസ് ടു ലെറ്റ് ജാജ ആൻഡ് ക്യാമ്പിലി റിട്ടേൺ ടു നുസൂക. അപ്പോൾ തിരിച്ച് നുസൂക്കയിലേക്ക് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ബിക്കോസ് ഹി വാസ് വെരി arrogant towards Jaja, Mama and Cambly. And Ifioma എന്ത് ചെയ്യുന്നുണ്ട്, Ifioma worries about losing her job for speaking out against the sole administrator. സോ ഗവൺമെൻറ്റിലുള്ള അഡ്മിനിസ്ട്രേറ്ററിനെതിരെ ഇഫിയോമ സംസാരിച്ചത് കൊണ്ട് ജോബ് പോവുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു, ആൾ പേടിയിലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാമ്പിലി നമ്മുടെ ഫാദർ എമാഡി ആയിട്ട് ഇഷ്ടത്തിലാവുന്നുണ്ട്. ദെൻ മാമ അറൈവ്സ് വൺ ഡേ ആഫ്റ്റർ ബീങ് ബീറ്റൺ ഇൻ ടു അനദർ മിസ്കാരേജ്. ആൻഡ് വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ മാമ. ആൻഡ് അത് വീണ്ടും എന്തായി മിസ്കാരേജ് ആയി. കാരണം എന്താ വെച്ചാൽ അച്ഛൻ്റെ പാപ്പയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടാണ് അതങ്ങനെ ആയിട്ടുണ്ടായിരുന്നത്. ദെൻ പാപ്പ ടേക്സ് ഹിസ് ഫാമിലി ഹോം ആൻഡ് ദ നെക്സ്റ്റ് ഡേ ദ പാം സൺഡേ ഓൺ വിച്ച് ദി നോവൽ ബിഗിൻസ്. അപ്പം നമ്മൾ പാം സൺഡേയിലെത്തി, വീണ്ടും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പാം സൺഡേയിൽ വീണ്ടും തിരിച്ചെത്തി. സോ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഇതൊക്കെ കേട്ടോ. ആൻഡ് അവരെന്തെയ്യുന്നു, വീണ്ടും ഫാമിലിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് ദെൻ ഈ പാം സൺഡേയിലാണ് നമ്മുടെ ജാജയും പിന്നെ പാപ്പയും തമ്മിൽ ഒരുപാട് അടി ഉണ്ടാവുന്നുണ്ട്. കാരണം പാപ്പ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ പിന്നെ ഡിസഗ്രി ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഡിസഗ്രി ചെയ്യാൻ തുടങ്ങി. ദെൻ ആഫ്റ്റർ പാം സൺഡേ ദർ ഈസ് ലെസ് ഫിയർ ആൻഡ് സൈലൻസ് ഇൻ ദി ഹൗസ്. ഓക്കെ, പിന്നെ അവിടെ ആകെ സൈലൻ്റായി, ആരും അച്ഛൻ പാപ്പേനെ പേടിക്കേണ്ട ഒരു ഗതികേടില്ല എന്നുള്ളൊരു രീതിയിൽ വന്നു. ദെൻ ഇഫിയോമ കോൾസ് ടു സ്റ്റേ ദാറ്റ് ഷീ ഹാസ് ബീൻ ഫയർഡ് ആൻഡ് മൂവിങ് ടു അമേരിക്ക. ഓക്കെ, ആളെന്ത് ചെയ്തു, അമേരിക്കയിലേക്ക് പോവാണ്. കാരണം ഈ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ ക്രിട്ടിസൈസ് ചെയ്തത് കൊണ്ട് കുറച്ച് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. സോ ആൾ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആൻഡ് ജാജ ആൻഡ് ക്യാമ്പിലി റിട്ടേൺ ടു നുസൂക ആൻഡ് ഇഫിയോമ ടേക്സ് ദെം ഓൺ എ പിൽഗ്രിമേജ് ടു ഓക്പേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഒരു ഹോളി പ്ലേസിലേക്ക് അവരെല്ലാവരും കൂടിയിട്ട് എന്താണ് പിൽഗ്രിമേജിന് പോകുന്നുണ്ട്.
ദെൻ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ക്യാമ്പിൽ ഒരു വേർജിൻ മേരിയുടെ വിഷൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു വിഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്ത് വെച്ചിട്ട് അവർ ഓക്പേ എന്ന് പറയുന്നൊരു ഹോളി പ്ലേസിലേക്ക് പിലിഗ്രിമേജ് പോകാൻ തീരുമാനിച്ചു. ആൻഡ് Father Amadi leaves to go missionary work, and Campbell weeps and confesses her love to him, and if Yoma gets a visa to prepare us to leave Nigeria. അപ്പം ഫാദർ പിന്നെ അമാഡി എന്തായിരുന്നു അവളുടെ മിഷണറി വർക്ക്സിലേക്ക് തിരിഞ്ഞു. ആൻഡ് ക്യാമ്പലിയുടെ ഇഷ്ടം നമ്മുടെ ഫാദർ അമാഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പാപ്പ ഫൗണ്ട് ഡെഡ് അറ്റ് ഹിസ് ഡെസ്ക്. പാപ്പ എന്ത് ചെയ്തു, മരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു വൈകുന്നേരം ആവുന്ന സമയത്തേക്ക് പാപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ഓൾ ഗോ ടു ഇനൂഗു. ആൻഡ് വെൻ പാപ്പാസ് ഓട്ടോപ്സി ഈസ് കംപ്ലീറ്റഡ്, മാമ സേസ് ദാറ്റ് ഷീ പോയിസൺഡ് ഹിം. അവിടേക്കൊക്കെ കഴിഞ്ഞ് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ മാമ പറയുന്നുണ്ട് പാപ്പയ്ക്ക് മാമ വിഷം കൊടുത്ത് കൊന്നതാണ് എന്നുള്ളൊരു സത്യം പറയുന്നുണ്ട്. ആൻഡ് പോലീസ് വരുന്നു. ജാജേൻ്റെ മേലെ എന്ത് ചെയ്യുന്നു, ജാജ കൊലപാതകത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മാമയാണ് പോയ്സൺ കൊടുത്തത്, പക്ഷേ ജാജ അത് ഏറ്റെടുക്കുന്നു. ദെൻ 3 years later, Campbell and Mama visit Jaja in prison to tell him he will be released soon. അപ്പോൾ 3 വർഷത്തിന് ശേഷം ആളെ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു റിലീസ് ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് മാമയും ക്യാമ്പലിയും ജാജയുടെ അടുത്ത് പോകുന്നു. ദെൻ മാമ ഹാസ് withdrawn and rarely speak. After the visit, Campbell feels hopeful about the future. So അവനെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ക്യാമ്പലിയുടെ ഉള്ളിൽ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊരു ഹോപ്പ് വരാൻ തുടങ്ങിയത്. സോ ഇതിൽ ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ട്. സമ്മറി ഇത്രയും പറയാൻ കാരണം ഈ സമ്മറി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് എഴുതാൻ പറ്റും. കാരണം ഈ ഒരു നോവൽ അങ്ങനെയാണ്. കാരണം കാരണം എന്താ വെച്ചാൽ പാപ്പയുടെ വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീംസിനായിട്ട് പിന്നെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഒപ്പീനിയൻസ് എഴുതാനുണ്ടാവും. സോ നമുക്ക് തീംസ് ഒന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാം. സോ ഇതിൽ വരുന്ന ആദ്യത്തെ തീം കൊളോണിയലിസം ഇൻ നൈജീരിയൻ പൊളിറ്റിക്സ്. സോ the plot of Purple Hibiscus unfolds mostly on a personal level. Its characters' lives are also affected by a larger political background. And we know that Purple Hibiscus is a story of a family, and it is personal story of our narrator Campbell Achike. But Chimamanda, throughout this story, indirectly she explores the effect of colonialism and Nigerian politics. ഓക്കെ, അപ്പോൾ കൊളോണിയലിസത്തിൻ്റെ ഒരു എഫക്റ്റ് ഇതിൽ ശരിക്കും കാണിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ നൈജീരിയ ഹാസ് എ ലോങ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് കൊളോണിയലിസം ആൻഡ് ഓപ്പറേഷൻ, ആൻഡ് ഇറ്റ് വാസ് എ കോളനി ഓഫ് ദി ബ്രിട്ടീഷ് for over 150 years, and its disparate ground only brought together as a single nation because British control, and it only became its own independent nation in 1960. We have already mentioned that Nigeria got independence in 1960 after a long time of long colonialism. സോ കൊളോണിയലിസത്തിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം കൊളോണിയലിസം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസാണ് അവിടെ വരിക എന്നുള്ളത്. ബിക്കോസ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഒരു കൊളോണിയൽ നാഷൻ ആയിരുന്നു. ആൻഡ് when the time of colonialism, the British rulers influenced or suppressed many rules and their beliefs and their customs on the colonized countries and colonized people. So British rulers or the colonizers always believed that their culture is very superior to any other culture, and their language, their culture, their religion, and all things that they had were superior than others. സോ ഇങ്ങനൊരു ബിലീവായിരുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ റൂളേഴ്സിന് ഉണ്ടായിരുന്നത്. സോ ദാറ്റ്സ് വൈ ദേ ട്രൈഡ് ദെയർ ബെസ്റ്റ് ടു impose their culture into our colonized people and colonized nations. അപ്പോൾ ആ അടിച്ചമർത്തലുകളിലൂടെ അവർ നമ്മളറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറേ വിശ്വാസങ്ങളും കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പപ്പയുടെ ക്യാരക്ടറാണ്. ഓക്കെ, പപ്പ എന്ന് പറയുന്നത് ഒരു ഇഗ്ബോ ട്രൈബിൽ വരുന്ന ആളാണ്.
പക്ഷേ ആൾക്ക് എന്ത് ഇഷ്ടമല്ല, ഈ ഇഗ്ബോ ട്രൈബ്സിനെയും അവരുടെ കൾച്ചേഴ്സിനെയും അതുപോലെ അവരുടെ റിലീജിയനും ട്രഡീഷനും ഒന്നും ഇഷ്ടമല്ല. സോ വി ക്യാൻ സേ ദാറ്റ് പപ്പ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കൊളോണിയൽ പ്രൊഡക്റ്റ്. ആ ടേം എഴുതി വെക്കുക, കൊളോണിയൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടേം എഴുതി വെക്കുക. ബിക്കോസ് ഹീ ഈസ് എ മാൻ ഹൂ ബോട്ട് ഇൻ ടു ദി കൊളോണിയൽ മൈൻഡ് സെറ്റ്. ഹി ഹാസ് എ കൊളോണിയൽ മൈൻഡ് സെറ്റ്. ഈവൻ ഹീ ബിലോങ്സ് ടു എ Igbo community. He hate Igbo community and their traditions and their rituals, but he blindly suppose or blindly follow, and he insists others to follow the colonial culture and their rituals and their religion. So ഇതാണ് പറയുന്നത്, നമ്മൾ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ എഫക്റ്റായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണിത്. നമ്മളറിയാതെ നമ്മൾ അവരുടെ ഫോളോവേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ അതേപോലെ തന്നെയാണ് ഇവിടെ പപ്പയുടെ ക്യാരക്ടർ. So Papa believes that white people do everything is better, and he wants everything in his life to be Western and modern. Okay, he himself trying to reach his life into a modern life, or he trying to be a Western. So ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. And he speaks in an affected British accent when talking to white people, and he avoids speaking the native language of Igbo whenever possible. കണ്ടില്ലേ, ഇപ്പം പാപ്പയുടെ ലാംഗ്വേജ് ഇഗ്ബോ ലാംഗ്വേജ് എത്രത്തോളം അയാളുടെ ലൈഫിൽ നിന്ന് അയാൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അയാൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ബ്രിട്ടീഷ് ആക്സെൻറ്റോട് കൂടിയിട്ട് മറ്റുള്ള ആളുകളോട് സംസാരിക്കാനും ആൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അവരുടെ ലാംഗ്വേജ് ആണ് നല്ലത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം കോളനൈസേഷൻ സംഭവിച്ച സമയത്ത് ഈ നൈജീരിയ, ഇന്ത്യ ഒക്കെ പോലുള്ള രാജ്യങ്ങളിലുള്ള ആളുകളെ എപ്പോഴും സപ്രസ്ഡ് ആയിരുന്നു. അപ്പം ഈ ബ്രിട്ടീഷ് എംപയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാത്തവരെ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നു, അവരടിച്ചമർത്തുന്നു. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ചിലപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി ആയിരിക്കും, പവർ ഉള്ളിടത്ത് അല്ലെങ്കിൽ ഉള്ളിടത്ത് മാത്രമേ അല്ലെങ്കിൽ ഉള്ളവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കാം. ആ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാട്ടിലൊരു നിലവിൽ ഉണ്ടാവൂ എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം മേ ബി ആൾ അങ്ങനെ ഒരു ബ്രിട്ടീഷേഴ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു വെപ്പണാണല്ലേ. ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ലാംഗ്വേജ് അറിയുന്ന ആളുകൾക്ക് അവരുടെ തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈസി ആയിരുന്നു. ആൻഡ് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഏറ്റവും നല്ലത്, ബ്രിട്ടീഷേഴ്സിൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു പപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് അത് മാത്രമല്ല, പപ്പ അവരുടെ കൾച്ചർ ഫോളോ ചെയ്യുക മാത്രമല്ല, ഒപ്പമുള്ള ആളുകളെ അതിലേക്ക് ഇൻസിസ്റ്റ് ചെയ്തിട്ട് വലിച്ചഴിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതേ ഫോളോ ചെയ്യാവൂ എന്ന് സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ട്. ആൻഡ് അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് ഫിസിക്കലി ആൻഡ് മെൻ്റലി നന്നായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു കൊളോണിയൽ പ്രൊഡക്റ്റ് എന്നുള്ളത് മാത്രമല്ല, ഹി ഹിംസെൽഫ് ബിക്കെയിം ആസ് എ കോളനൈസർ. പപ്പ എന്ത് ചെയ്യാണ്, ഒരു കോളനൈസറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ, ഒരു ടോട്ടലിറ്റേറിയനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൽ പൊളിറ്റിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വരുന്നത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ടായിരുന്നു അവിടെ നൈജീരിയയിൽ. മിലിറ്ററി ലീഡറായിരുന്നു ആൾ, ഭയങ്കര കറപ്റ്റീവായിരുന്നു. ഓക്കെ, സോ അതിനെയാണ് കേട്ടോ, നമുക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് തീം എന്താണെന്ന് നോക്കാം. റിലീജിയൻ ആൻഡ് ബിലീഫ്. Religion and belief are central to the novel, particularly in the contrast between Papa Nukuwu and Auntie Ifeoma, Father Amadi. സോ ഈ ഒരു റിലീജിയണും ബിലീഫും എന്ന് പറയുന്ന തീം ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റീവ് ആവുന്നത് ഒന്ന് പപ്പയുടെ ക്യാരക്ടറും പിന്നെ പപ്പ നുക്കുവു, അതായത് പപ്പയുടെ അച്ഛൻ, പപ്പയുടെ പപ്പയാണ് പപ്പ നുക്കുവു എന്ന് പറയുന്നത്, ആ ഒരു ക്യാരക്ടറിലും പിന്നെ ആൻറ്റി ഇഫിയോമയും പിന്നെ ഫാദർ അമാഡിയും. സോ ഇവരിലാണ് ഈ ഒരു റിലീജിയസ് ആയിട്ടുള്ള കോൺട്രാഡിക്ഷൻ വരുന്നത്. ഓക്കെ, സോ പ്ലോട്ട് ബിഗിൻസ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് പപ്പാസ് റിലീജിയസ് ബിലീഫ് and which were molded by Catholic missionaries and are incredibly strict. പപ്പയുടെ ബിലീഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ഇഗ്ബോ ആയിട്ട് പോലും, ഇഗ്ബോ കമ്മ്യൂണിറ്റിയിലുള്ള അവർക്ക് അവരുടേതായിട്ടുള്ള റിച്വൽസ് ഉണ്ടായിട്ട് പോലും കത്തോലിക്കൻ സഭയിലാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് എ റിലീജിയൻ ഓഫ് ബ്രിട്ടീഷ് റൂളേഴ്സ്. സോ ആൻഡ് വൈറ്റ് പ്രീസ്റ്റിനോടാണ് ഏറ്റവും കൂടുതൽ ആൾക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യൻ മിഷണറീസിനോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. പക്ഷേ ആ ഒരു ബിലീഫ്
ആളെന്ത് ചെയ്യണം, മറ്റുള്ളവരിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ഫാമിലിയിലുള്ള ആളുകളുടെ ഇടയിൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിളാണ് പപ്പ നുക്കുവോ എന്ന് പറയുന്നത്. പപ്പ നുക്കുവോ എന്ന് പറയുമ്പം ആൾക്ക് ഇഗ്ബോ ട്രഡീഷൻ ഫോളോ ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ട് പപ്പയ്ക്ക് ഇയാളെ ഇഷ്ടമല്ല. സ്വന്തം അച്ഛനോട് ഒരു എതിർപ്പുള്ളൊരു പിന്നെ സാഹചര്യമാണ് ഇതിൽ കാണുന്നത്. ആൻഡ് പപ്പ ബിഫ്രണ്ട്സ് ആൻഡ് അഡ്മയേഴ്സ് ദ വൈറ്റ് പീപ്പിൾ, എസ്പെഷ്യലി കൺസർവേറ്റീവ് ഫാദർ ബെനഡിക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു വൈറ്റ് പ്രീസ്റ്റ് ആയിരുന്നു. ആൻഡ് പപ്പ ഇമ്പോസസ് ഹിസ് സ്ട്രിക്റ്റ് റൂൾസ് ഓൺ ഹിസ് ഫാമിലി, ആൻഡ് വെൻ ദേ കമ്മിറ്റ് വാട്ട് ഹീ പെർസീവ്സ് ആസ് എ സിൻ, ആൻഡ് ഹീ പണിഷസ് ദം വിത്ത് വയലൻസ് ആസ് ഹി ഹിംസെൽഫ് വാസ് എ ബോയ്, ആൻഡ് വിച്ച് ഹീ സീസ് ആസ് ബീയിങ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്. സോ നമുക്കറിയാം പാപ്പ ഭയങ്കര വയലൻ്റാണ്. അപ്പം ആൾ പറയുന്ന രീതിയിൽ റിലീജിയണിൽ റിലീജിയസ് ബിലീഫ്സിലൊക്കെ എന്തെങ്കിലും ഒരു പാകപ്പിഴവ് വരുത്തി കഴിഞ്ഞാൽ ആൾ വയലൻ്റായിട്ട് പിന്നെ ബിഹേവ് ചെയ്യുമായിരുന്നു. ആൻഡ് ക്യാമ്പലിയുടെ നമ്മളവർ പിന്നെ ഇഗ്ബോ ട്രഡീഷനിൽ പോയപ്പം ഇഗ്ബോ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അതിന് ക്യാമ്പലിൽ പോയപ്പം അച്ഛൻ എന്ത് ചെയ്തു, അവിടുത്തെ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മളൊരു ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് മുടക്കിയെന്ന് പറഞ്ഞിട്ട് ക്യാമ്പലീനെ ഒരുപാട് തല്ലിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഈ ഒരു പപ്പയുടെ റിലീജിയസ് ബിലീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് നോൺ ക്രിസ്ത്യൻസ് ആറിൻറ്റ് ഈവൻ അലൗഡ് ഓൺ ടു പപ്പാസ് ലാൻഡ്. പപ്പയുടെ ലാൻഡിലേക്ക് നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളെ അയാൾ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല, അയാൾ കടത്തി വിടില്ലായിരുന്നു. സോ ദീസ് ബിലീവ്സ് ഹാവ് ലെഡ് ടു എ ഡീപ്പ് റിഫ്റ്റ് ബിറ്റ്വീൻ പപ്പ ആൻഡ് ഹിസ് ഫാദർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പപ്പ നുക്കുവും അതുപോലെ ഈ പപ്പയും തമ്മിലുള്ള ക്ലാഷിൻ്റെ കാരണം ഇതായിരുന്നു. മരിക്കുന്നവരെ, അതായത് നുക്കുവോ മരിക്കുന്നവരെ പപ്പ എന്ത് ചെയ്തിട്ടില്ല, അവരോട് മിണ്ടിയോട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതിലെ നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് ഫാമിലി ഈസ് ദി next theme in Purple Hibiscus. So Purple Hibiscus takes place mostly on the familial level, dealing with the relations between Papa, Mama, Jaja and Cambly, and then their relation with Papa Nukuvu and Auntie Ifioma and her children. So we know who are the family members in Purple Hibiscus. So Papa, Mama and Jaja and Cambly, and their real life situations and the relationship between Papa Nukuvu and Auntie Ifioma are exposing in this story. And when the novel begins, we can see that Cambly's family struggles with silence and fear, and they were live with very silently because they scared of Papa's violent behavior. So the quiet order based around the terror of Papa's sporadic violence and for anything he sees as sinful or disobedient. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് അനുസരിച്ചില്ല, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു, കുട്ടികൾക്ക് സ്കൂളിൽ മാർക്ക് കുറഞ്ഞു, സെക്കൻഡ് ക്ലാസ് ആയി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിരുന്നു. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു പാരൻറ്റിങ്ങും അതുപോലെ ടോക്സിക് റിലേഷൻഷിപ്പും ആയിരുന്നു ഈ ഒരു പാപ്പയും അതുപോലെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു തീമിൽ വരേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ നമ്മുടെ അച്ചിക്കെ ഫാമിലി മെമ്പേഴ്സിന് ആൻറ്റി ഇഫിയോമയും പിന്നെ പാപ്പ നുക്കുവിനോടുള്ള റിലേഷൻഷിപ്പാണ്, അവരെങ്ങനെയായിരുന്നു എന്നുള്ളത്. അവർ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ആൻറ്റി ഇഫിയോമയുടെ പിന്നെ ഫാമിലി കുറച്ചുകൂടി എടുത്ത് പറയേണ്ടതാണ്. 3 കുട്ടികളാണുള്ളത്, അമാക്ക, ഒബിയോറ ആൻഡ് ചിമ. സോ ഇവർ 3 പേരും ഭയങ്കര ഔട്ട് സ്പോക്കൺ ആണ്. അതേപോലെ തന്നെ പിന്നെ നല്ല എൻകറേജിങ് ആയിട്ടുള്ള കുട്ടികളാണ്, നന്നായിട്ട് സംസാരിക്കും, നല്ല കഴിവുള്ള കുട്ടികളാണ്. പക്ഷേ ഇവർ ഭയങ്കര പോവർട്ടിയാണ്. ആൻറ്റി ഇഫിയോമ ഒരു പ്രൊഫസർ ആണെങ്കിൽ കൂടി തന്നെ അധികം സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല, പോവർട്ടിയുടെ വക്കീലായിരുന്നുവെങ്കിലും ദേ വർ വെരി ഹാപ്പി. പക്ഷേ നമ്മുടെ അച്ചിക്കെ ക്യാമ്പലിയുടെ ഫാമിലി നോക്കുകയാണെങ്കിൽ ക്യാമ്പലിയുടെ അച്ഛൻ ഭയങ്കര റിച്ചാണ്, നമ്മുടെ പാപ്പ ഭയങ്കര റിച്ചാണെങ്കിലും ദേ ഹാഡ് നോ ഹാപ്പിനെസ് ഇൻ ദെയർ ഫാമിലി. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ആൻറ്റി ഇഫിയോമയുടെ ഫാമിലിയിൽ വരുന്നത്. ദെൻ അറ്റ് ലാസ്റ്റ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുമ്പം, ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് പിന്നെ ഒരു സൈലൻ്റ് ആയിട്ട് ഭയങ്കര ഫിയറോട് കൂടിയിട്ടാണ്. പക്ഷെ ലാസ്റ്റ് സ്റ്റോറി അവസാനിക്കുന്നത് എങ്ങനെയാണ്, ഫാമിലി ഭയങ്കര ഫിയർലെസ് ആയി, ഓക്കെ, പേടിയില്ലാതെയായി. സൈലൻ്റ് ആണെങ്കിലും ദേ വർ ഫിയർലെസ് ബിക്കോസ് നമ്മുടെ മാമ്മയ്ക്ക് സ്വന്തം ഹസ്ബൻഡിനെ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വന്നു. ബിക്കോസ് ഹിസ് അറഗൻറ്റ് ബിഹേവിയർ ദാറ്റ് മച്ച് അബ്യൂസ്ഡ് ഹെർ
ദാറ്റ് മച്ച്. സോ ആളെന്ത് ചെയ്തു, വിഷം കൊടുത്ത് കൊല്ലേണ്ട ഒരു അവസ്ഥ വന്നു. ആൻഡ് പിന്നീട് അവർ ഹാപ്പി ആയിരുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പം മിക്കവാറും കൊളോണിയലിസം വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരും. ഒന്നുകിൽ കൊളോണിയലിസം അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ എലമെൻറ്റ്സ്. സോ ഇതൊക്കെ വെച്ചിട്ടാവാനാണ് ക്വസ്റ്റ്യൻ വരാനാണ് സാധ്യത. അപ്പം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? ആദ്യം കൊളോണിയലിസം എന്താണെന്ന് പഠിക്കണം, പോസ്റ്റ് കൊളോണിയലിസം എന്താണെന്ന് പഠിക്കണം, പിന്നെ എങ്ങനെ ഈ കൊളോണിയലിസം എന്ന് പറയുന്ന തീം ഇതിൽ പിന്നെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എഴുതണം. അപ്പോൾ കൊളോണിയലിസത്തിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ് നമ്മളറിയാതെ വൈറ്റാണ് നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ അവരുടെ കൾച്ചറിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ സ്വന്തം ട്രഡീഷനെ മറന്നു തുടങ്ങി. ആൻഡ് അതുപോലെ ഈ ഒരു ബ്രിട്ടീഷ് ഇമ്പീരിയലിസവും അതുപോലെ തന്നെ ഈ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിക്കെതിരെ നന്നായിട്ട് ആൻറ്റി എഫിയോമ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് പിന്നീട് എങ്ങനെ ഇവരെ എഫക്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് തീംസ് വരുന്നത്. ഇതിൽ മേജറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പപ്പയുടെ ക്യാരക്ടർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പപ്പയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പം ഹീസ് എ കൊളോണിയൽ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൊളോണിയലിസത്തിന് ശേഷം നമുക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, മനുഷ്യരിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ 3rd സെമസ്റ്ററിൽ പോസ്റ്റ് കൊളോണിയലിസം ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഫ്രാൻസ് ഫാനൻ, എഡ്വേർഡ് സെഡ്, അതുപോലെ ബെനഡിക്റ്റ് ആൻഡേഴ്സൺ, ദെൻ പിന്നെ നമ്മുടെ ഗായത്രി സ്പിവാക്, പിന്നെ വരുന്നത് ഹോമി കെ ബാബ, ഇങ്ങനെയുള്ള പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സിനെ, ക്രിട്ടിക്സിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഈ ഒരു വർക്കിൽ പോസ്റ്റ് കൊളോണിയൽ എലമെൻറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ക്രിട്ടിക്കിൻ്റെ പേരാണ് ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസ് ഫാനൻ്റെ ഒരു വർക്ക് ഉണ്ട്, ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക്. അത് 1952 ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് ഈ കൊളോണിയലിസത്തെ അദ്ദേഹം ഒരു സൈക്കോളജിക്കൽ രീതിയിലാണ്, സൈക്കോളജിക്കലിയാണ് ഈ കൊളോണിയലിസത്തിൻ്റെ എഫക്റ്റിനെ ആൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, it means Fanon's work White Skin and Black Mask is a multidisciplinary analysis of a effect of colonialism on racial consciousness. അതായത് നമ്മളുടെ മൈൻഡിനെ എത്രത്തോളം ഈ ഒരു കൊളോണിയലിസം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ പപ്പയുടെ ക്യാരക്ടറാണ്. സോ എത്രയൊക്കെ ഇപ്പം ആളുടെ കുടുംബം മൊത്തം ഇഗ്ബോ കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണെങ്കിൽ കൂടി ഹി ഈസ് നോട്ട് അറ്റ് ഓൾ റെഡി ടു accept the traditional life of Igbo culture, and he blindly believes and blindly supports the Western culture. So it's okay, അത് നമ്മൾ വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് മാത്രമാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ എൻ്റെ മക്കളും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഫോളോ ചെയ്യണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, പിന്നെ പാട്രിയാർക്കി ആയിട്ടും അതേപോലെ തന്നെ ഇമ്പീരിയലിസമായിട്ടും ഇത് മാറുന്നത്. സോ പിന്നെ സെക്കൻഡ് സെമ്മിൽ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ നമ്മൾ നിഗസ് എന്ന് പറയുന്ന കേമോ ബ്രേത്ത്വെയ്റ്റിൻ്റെ നിഗസ് എന്ന് പറയുന്ന പോയട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻസ് ആർ നോട്ട് ഫ്രീ യെറ്റ്. അതായത് ഇപ്പോഴും അവരെന്തല്ല ഫ്രീ അല്ല. എന്തിൽ നിന്ന്? ദേ ആർ നോട്ട് ഫ്രീ ഫ്രം ദേ couldn't attain proper freedom from British colonialism. അവർക്ക് ഫിസിക്കലി ഫ്രീഡം കിട്ടി, പക്ഷെ മെൻ്റലി ഇപ്പോഴും അവർ ആ കൊളോണിയലിസത്തിൻ്റെ പിടിയിലാണ്. കാരണം എല്ലാ ആളുകളും ഇപ്പോഴും അവരെ കോളനൈസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ അവർ സപ്രസ്ഡ് ആണ്, ഒപ്രസ്ഡ് ആണ് എന്ന് പറഞ്ഞ് അവർ തന്നെ ഇപ്പം വിശ്വസിക്കാൻ തുടങ്ങി എന്ത്, വി ആർ സപ്രസ്ഡ്, വി ആർ നോട്ട് വർത്തിഫുൾ ഫോർ ദി വേൾഡ് എന്ന് അവർ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. And throughout Kamo Braithwaite's poem Negus, she utters for physical and mental freedom from colonialism and from white imperialism. So അപ്പം നമ്മുടെ ഈ ഒരു പപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ മെൻ്റലി ഒരിക്കലും എന്തായിട്ടില്ല, ഫ്രീ ആയിട്ടില്ല. മേ ബി വൈറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വൈറ്റ് ഇമ്പീരിയലിസ്റ്റ് മേ ബി എന്ത് ചെയ്യാം, പപ്പേനെ അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവാം. മേ ബി അത് നമ്മുടെ പപ്പ അറിയുന്നുണ്ടാവില്ല. കാരണം പപ്പ ഭയങ്കര റിച്ചാണ്, അതുപോലെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഫിലാന്ത്രോപ്പിസ്റ്റാണ്. സോ പല കാര്യങ്ങളെയും പല കാര്യങ്ങളും വെച്ചിട്ട് ബ്രിട്ടീഷ് പീപ്പിളിന് നമ്മുടെ പപ്പനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ബട്ട്
ആൾക്ക് എന്തില്ല, സ്വന്തം ട്രഡീഷനിൽ വിശ്വാസമില്ല. ആൻഡ് ആളെപ്പോഴും വെസ്റ്റേൺ കൾച്ചറൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലങ്ങനെ പോവാണ്. സോ ദാറ്റ്സ് വൈ ഹീ ഈസ് കോൾഡ് ആസ് എ കൊളോണിയൽ പ്രൊഡക്റ്റ്. ഓക്കെ, കൊളോണിയലിസത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. സോ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ എഴുതണം. പോസ്റ്റ് കൊളോണിയലിസം ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് കൊളോണിയലിസം എന്താണെന്ന് എഴുതണം. പിന്നെ എങ്ങനെ ഇതിൽ ആ ഒരു എലമെൻറ്റ് വരുന്നു എന്നുള്ളത് എഴുതണം. വേണമെങ്കിൽ കുറച്ച് ക്രിട്ടിക്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് മെൻഷൻ ചെയ്ത് എഴുതുമ്പം നല്ല മാർക്ക് കിട്ടും. ഓക്കെ, സമ്മർ എഴുതി വെക്കരുത്. ഇനി ഇതിൽ നമുക്ക് സിമ്പിൾസ് കൂടി നോക്കാനുണ്ട് അല്ലേ. പേർപ്പിൾ ഹിബിസ്കസ് എങ്ങനെ പിന്നെ സിമ്പിളായി വരുന്നു എന്നുള്ളതും കൂടി നമുക്ക് നോക്കണം. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് എഴുതണമല്ലോ. So the first symbol is purple hibiscus. So the purple hibiscus, the symbol that gives the novel its title, it's a flower growing in Auntie Iphioma's garden. It was created by her botanist friend, and as hibiscus aren't usually purple. Actually purple കളറിലുള്ള ഹിബിസ്കസ് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പേർപ്പിൾ കളറിലുള്ള ഹിബിസ്കസ് ഇല്ല ശരിക്കും. പേർപ്പിൾ എന്ന് പറയുമ്പോൾ വയലറ്റ് ആണ്. റോസ് കളറിലുണ്ട്, അതുപോലെ പിങ്ക് കളറിലുണ്ടായിരിക്കും, അതുപോലെ റെഡും വൈറ്റും യെല്ലോയും ഒക്കെ ഉണ്ട്. പക്ഷേ പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള കളറിലുള്ള ഹിബിസ്കസ് ഇല്ല. ആക്ച്വലി ഈ ഒരു പേർപ്പിൾ ഹിബിസ്കസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫ്രീഡം ആൻഡ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നൊരു തീമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗാർഡനിങ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലവേഴ്സ് വളർത്തുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് ടു മെൻ്റൽ അവേക്കനിങ്. ഓക്കെ, ഒരു മെൻ്റലി നമുക്കൊരു ഫ്രീഡം അല്ലെങ്കിൽ നമുക്കൊരു ലിബറൽ ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് തന്നെയാണ് നമുക്ക് എവിടെ കിട്ടാത്തത്. പപ്പയുടെ അണ്ടറിൽ ജീവിക്കുമ്പം കിട്ടാത്ത കാര്യവും ഈ ഒരു മെൻ്റൽ അവേക്കനിങ്ങും അതുപോലെ ഫ്രീഡമാണ്. പക്ഷേ ആൻറ്റി ഇഫിയോമയുടെ വീട്ടിലാണ് ഈ ഒരു പേർപ്പിൾ ഹിബിസ്കസ് ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ആൻറ്റി ഇഫിയോമയുടെ ഫ്രണ്ട്, ഒരു ബോട്ടണിസ്റ്റ് ഫ്രണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ഹിബിസ്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രീഡം ആൻഡ് ഇൻഡിവിജ്വാലിറ്റിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് സിമ്പിൾസ് ഇതിൽ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ പേർപ്പിൾ ഹിബിസ്കസ് തന്നെ കൊണ്ടുവരാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ ആക്ച്വലി പേർപ്പിൾ ഹിബിസ്കസ് ഇല്ല, അത് വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നോളജിയിലൂടെ മാത്രമേ നമുക്ക് പേർപ്പിൾ ഹിബിസ്കസ് ഉണ്ട്. ബാക്കി എല്ലാ കളേഴ്സും ഉണ്ട്, അതായത് യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ വേറെ ഏതാ കളറുള്ളത്, വൈറ്റ് കളറുണ്ട്. ഈ കളറിലൊക്കെ നമുക്ക് പിന്നെ ഹിബിസ്കസ് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു നമ്മൾ സാധാരണ കാണുന്ന ഹിബിസ്കസ് മാത്രമല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എന്തെന്ന് പറയുക, ഒരു കളർ ഫ്ലവർ നമുക്ക് നമ്മുടെ ഗാർഡനിൽ പിന്നെ പ്ലാന്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഫ്രീഡം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് അത് കാണുന്നത്. സോ എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് അങ്ങനെയാണ്. നിങ്ങൾക്ക് വേറെ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവരാം. സോ ദാറ്റ്സ് വൈ പേർപ്പിൾ ഹിബിസ്കസ് ഈസ് സിംബലൈസസ് ഓർ റെപ്രസെൻറ്റ്സ് ദ ഫ്രീഡം ഓർ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ഈച്ച് ക്യാരക്ടേഴ്സ് ഇൻ ദി നോവൽ, എസ്പെഷ്യലി ക്യാമ്പലി ആൻഡ് ജാജയുടെയും ക്യാമ്പലിയുടെയും അവസ്ഥയാണ് കുറച്ചും കൂടി ഒരു, മാമയുടെ ഒക്കെ ഒരു അവസ്ഥയാണ് കുറച്ചും കൂടി ഒരു പിന്നെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയണത്. പിന്നെ ജാജയ്ക്കും ക്യാമ്പലിക്കും സ്വന്തം വീട്ടിലങ്ങനെ ഗാർഡനിങ് ചെയ്യാനുള്ള ഫ്രീഡം ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഓൾ തിങ്സ് വേർ അണ്ടർ പാപ്പാസ് റൂൾസ്, ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സോ ദാറ്റ്സ് വൈ they don't have freedom to gardening and for other entertainments. സോ അവർക്ക് ഈ ആൻറ്റി ഇഫിയോമയുടെ വീട്ടിൽ ഒരു ഗാർഡനിങ് കണ്ടപ്പം ഭയങ്കര ഒരു അമ്യൂസ്മെൻ്റാണ് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ പിന്നെ അവർ ജാജ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ട്, പപ്പേനെ കൊന്ന കുറ്റം ഏറ്റെടുത്തല്ലോ. അപ്പം ജാജ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം വീട്ടിൽ ഫുള്ള് പിന്നെ ഹിബിസ്കസ് ഇങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ ആയിരുന്നു. അപ്പം അവരെന്താണ്, അവരുടെ മൈൻഡ് ഭയങ്കര ബ്ലോസം ആയിട്ടാണ് പിന്നീട് ലാസ്റ്റ് കാണുന്നത്. 3 വർഷം കഴിഞ്ഞ ജാജയ്ക്ക് ജയിലിൽ നിന്ന് ഇറങ്ങും, ജയിലിൽ നിന്ന് റിലീസ് ചെയ്യും. ആൻഡ് ആ സമയത്തൊക്കെ അവർക്ക് പേർപ്പിൾ ഹിബിസ്കസ് പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു മൈൻഡോട് കൂടി, ഭയങ്കര പ്ലോസം മൈൻഡോട് കൂടിയിട്ടാണ് അവർ പിന്നീട് നോവൽ എൻഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സിമ്പിൾ വരുന്നത് മാമയുടെ ഫിഗറിനസ് ആണ്. മാമയുടെ കയ്യിലൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു, ചെറിയൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. സോ മാമ ഹാസ് സം ബിലൗഡ് ceramic figurines of ballet dancers that she keeps on the etagere, and she always polishes them meticulously after Papa beats her. അപ്പം ഈ ഒരു ഫിഗറിനസ് എന്ന് പറയുന്നത്
അമ്മയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. ആൻഡ് എപ്പോഴും എന്ത് ചെയ്യുക, അത് പോളിഷ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ദെൻ അതായത് ഇപ്പം പാപ്പ മമ്മേനെ തല്ലിക്കഴിഞ്ഞാൽ ഇപ്പം ആകെ സാഡ് ആവുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ആളെന്ത് ചെയ്യും, ആയൊരു ബാലറ്റ് ഡാൻസേഴ്സിൻ്റെ ആയൊരു സ്റ്റാച്ചു എടുത്തിട്ട് ആ ഫിഗറിനെസ് എടുത്തിട്ട് എന്ത് ചെയ്യും, തുടച്ച് പോളിഷ് ചെയ്ത് വെക്കും. മേ ബി ഒരു മെൻ്റൽ കൺസോൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കാം. ആൻഡ് മാമ ക്യാമ്പിലി ആൻഡ് ജാജ നെവർ speak aloud of Papa's violence, but polishing the figurines become a kind of euphemism for his domestic abuse. അതായത് പാപ്പ അവിടെ വയലൻ്റ് ആയിരിക്കുന്ന സമയത്ത് ക്യാമ്പിലിയും ജാജയും മാമയും ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. സോ കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒച്ചത്തിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. സോ അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ സ്റ്റാച്ചു ഒക്കെ എടുത്തിട്ട് പോളിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡൊമസ്റ്റിക് അബ്യൂസിൽ നിന്നൊരു പിന്നെ യൂഫീമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ മയപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കൺസോൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു പ്രവൃത്തിയായിരുന്നു അതുണ്ടായിരുന്നത്. ആൻഡ് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാച്യൂസ് ഓൾവേസ് എക്സിസ്റ്റ് ലൈക്ക് സൈലൻറ്റ് അല്ലേ. സ്റ്റാച്യൂസ് എന്താ പറയുന്നത്, ദേ വിൽ ഓൾവേസ് റിമെയിൻ ആസ് സൈലൻസ്, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അത്. അവരുടെ ഭാഗത്തൊന്നും നമ്മൾ എന്ത് ചെയ്താലും പ്രതിമകൾ അങ്ങനെയല്ലേ, പ്രതിമ പോലെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രതികരണം ഇല്ലാണ്ട് നിൽക്കുക. അതായത് മേ ബി ആ ഒരു ഫിഗറിനെസ് പിന്നെ സിംബലൈസ് ചെയ്യുന്നത് മാമയുടെ സൈലൻസിനെ ആയിരിക്കും. അതായത് കുട്ടികളൊക്കെ സൈലൻ്റാണ് പപ്പ വയലൻ്റ് ആകുമ്പോൾ, കാരണം അവർക്ക് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പം ഇവർ പ്രതിമകളെപ്പോലെ അച്ഛൻ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അതിങ്ങനെ കേട്ട് സഹിച്ച് മിണ്ടാതെ നിൽക്കുന്ന ഒരു ആളുകളാണ്. സോ അതിനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഫിഗറിനെസ് അല്ലെങ്കിൽ ആ സ്റ്റാച്ചു ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ അവസാനം ആ സ്റ്റാച്ചു എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് നമ്മുടെ പാപ്പ. അപ്പോൾ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കണം, സ്റ്റാച്ചു പൊട്ടി, ആ സൈലൻസ് അവിടെ നിന്ന് പോയി. കാരണം അത്രയും കാലം ആ സ്റ്റാച്ചു പോലെ പ്രതിമ പോലെ എല്ലാവരും എന്താണ് മിണ്ടാതിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒന്നും റിയാക്റ്റ് ചെയ്യില്ല. അപ്പോൾ പ്രതിമ പൊട്ടി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ദർ ഈസ് ഗൊന ഹാപ്പനിങ് സംതിങ്, എന്തോ കാര്യം ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു സിമ്പലാണ് ആ സ്റ്റാച്ചു പൊട്ടുക എന്ന് പറയുന്നത്. അവരെങ്ങനെ റിയാക്ട് ചെയ്ത്, മമ്മ പപ്പേനെ വിഷം കൊടുത്ത് കൊന്നു, അതേപോലെ ജാജ പിന്നെ അച്ഛൻ പറയണ എതിർക്കുന്നുണ്ട്. അത് അച്ഛന് ചേർച്ചിൽ പോയിട്ട് സംവാദം കേൾക്കാൻ ഇഷ്ടമല്ല എന്ന് എതിർത്ത് പറയുന്നുണ്ട് ആ ഒരു പാം സൺഡേയിൽ. സോ അപ്പം ആ സ്റ്റാച്ചു ഉണ്ടായിരുന്ന സമയത്ത് they were silent. When they break it, they began to break all the rules of Papa. ഓക്കെ, മനസ്സിലായല്ലോ. സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കമൻറ്റ് ചെയ്യുക, അതാകുമ്പോൾ മറ്റുള്ളവർക്കും കൂടി കാണാമല്ലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ എക്സാമിന് അത് എഴുതുകയും ചെയ്യാം. ദെൻ 1-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം. മാക്സിമം ഞാൻ ഫിക്ഷൻസും പ്രോസസ്സും മാക്സിമം ഞാൻ എടുത്തുതരാം, ക്ലാസ്സസ് എടുത്തുതരാം. ദെൻ നന്നായിട്ട് പഠിക്കുക. ദെൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തതായിട്ടിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും, അതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ജോയിൻ ചെയ്യുക. അതിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. ദെൻ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ബൈ.